രാഹുൽ മാങ്കൂട്ടത്തിലും ജബി മേത്തറുമൊക്കെ അവിടെ പ്രതിഷേധ വേദിയിലാണല്ലോ. വലിയൊരു ജനകീയ വിഷയം, ഒരു ജീവൽ പ്രശ്നം ഉയർത്തി അവർ പ്രതിഷേധിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കെ സുധാകരനെതിരായ വാർത്തയും വരുന്നത്. എന്താണ് നേതാക്കന്മാരുടെ പ്രതികരണം? നമ്മളിപ്പോൾ ഈ സമരപ്പന്തലിലാണുള്ളത്. രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മോടൊപ്പമുണ്ട്. ഈ KPCC അധ്യക്ഷനെതിരെയുമായി ബന്ധപ്പെട്ട കേസുമായി കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. KPCC അധ്യക്ഷനെതിരെ രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുകയാണ്. തട്ടിപ്പ് കേസ് പ്രതിക്കൊപ്പമാണ് ചേർത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സർക്കാർ വേട്ടയാടുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സത്യത്തിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് അയാളൊരു ക്രിമിനലാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ക്രിമിനലുകൾ ഈ പല വില്ലന്മാരും വയസ്സാകുമ്പോൾ വലിയ ഭീരുക്കളായി മാറുന്ന ഒരു കാഴ്ചയുണ്ട്. ആ അവസ്ഥയിലാണ് പിണറായി വിജയൻ. ഇയാൾക്ക് ആരെല്ലാം അറസ്റ്റ് ചെയ്യുകയും അകത്തിടുകയും ചെയ്താലോ ഒന്ന് ധൈര്യത്തോടെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുക? എൻ്റെ പൊന്നു ചങ്ങാതി, നിങ്ങൾ റോഡിലോട്ടിറങ്ങി നടക്ക്, ഞങ്ങൾ ആരും തടയാൻ വരുന്നില്ല. അയാൾക്ക് സമരക്കേസിനകത്ത് മാത്യു കുളനാടനെ അറസ്റ്റ് ചെയ്യണം, ഷിയാസിനെ അറസ്റ്റ് ചെയ്യണം, ഞങ്ങളെല്ലാവരെയും അറസ്റ്റ് ചെയ്യണം, പ്രതിപക്ഷ നേതാവിനെ ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്യണം. ഈ നാട്ടിലുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും ഒന്നെങ്കിലെങ്കിൽ മറ്റൊരു കേസുണ്ടാക്കി സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാൽ മാത്രമേ ഞാൻ പുറത്തിറങ്ങി നടക്കാൻ കഴിയുകയുള്ളൂ എന്ന ആത്മവിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കുറ്റപത്രത്തിൽ പറയുന്നത് നേരിട്ടിടപെട്ടു എന്നൊക്കെയാണ്. ഗുരുതരമായ നേരിട്ടിടപെട്ടു എന്ന് പരാതിക്കാർക്ക് പോലും ആക്ഷേപകാലത്തുണ്ടായിരുന്നില്ലല്ലോ. ഇതിനകത്ത് പരാതിക്കാർ പറഞ്ഞ ആക്ഷേപം എന്തായിരുന്നു? ഈ പണം കൈമാറുന്ന സമയത്ത് കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരാതിക്കാരൻ്റെ പോലും ആവലാതി. അതിനുമപ്പുറമാണ് പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ഫൈൻഡിങ്സ്. രണ്ടാം പ്രതിയാക്കിയതിനകത്ത് എൻ്റെ അത്ഭുതം ഒന്നാം പ്രതി ആക്കിയില്ലല്ലോ എന്നുള്ളതാണ്. കാരണം വിജയനാണെങ്കിൽ ഒന്നാം പ്രതിയാക്കേണ്ടത്. അപ്പം പോലീസ് പറഞ്ഞാണ് ഒരു നിവൃത്തിയില്ല, കാരണം മോൻസൺ മാവുങ്കലിനെ ഒന്നാം പ്രതിയാക്കിയേ പറ്റത്തുള്ളല്ലോ. അതുകൊണ്ട് മാത്രമാണ് സുധാകരനെ രണ്ടാം പ്രതിയാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ അടിക്കടി ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിൽ പോകുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ കണ്ട് കുറച്ച് ആത്മവിശ്വാസം ഉണ്ടാകാനുള്ള ഒരു ചികിത്സ കൂടി, അതായത് ഇങ്ങനെ പ്രതിപക്ഷത്തെ പേടിക്കാതെ ആത്മവിശ്വാസം ഉണ്ടാകാനായിട്ടുള്ളൊരു ചികിത്സ പിണറായി വിജയൻ നടത്തിയാൽ ആ ചികിത്സയ്ക്കുള്ള പണം യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച് വിജയന് കൊടുക്കാം. എന്നാലെങ്കിലും ഒന്ന് ധൈര്യത്തോടെ, നമ്മൾ മുഖ്യമന്ത്രി ഇത്ര പേടിത്തൊണ്ടനാണെന്ന് പറയുന്നത് നമുക്കൊരു നാണക്കേടല്ലേ. അതുകൊണ്ട് ഈ കേസൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ വെണ്ടേറ്റ, ഇതിനെതിരായിട്ടാണ് നമ്മൾ രാജ്യവ്യാപകമായി സമരങ്ങൾ ചെയ്യുന്നത്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിലാണ് പലപ്പോഴും ഞങ്ങളതൊന്നും ഉത്സാഹപ്പെടുത്താറില്ല. രാജ്യത്ത് BJPക്കെതിരായിട്ടുള്ള പോരാട്ടമല്ലേ നടന്നോട്ടെ. അപ്പോൾ പൊളിറ്റിക്കൽ വെണ്ടേറ്റയ്ക്കെതിരായിട്ട് സീതാറാം യെച്ചൂരി ഞങ്ങളുടെ സമരപ്പത്തിൽ വന്നിട്ട് പറയുന്ന ആള്, അയാൾക്ക് സ്വാധീനമുള്ളൊരു ഈ രാജ്യത്തെ ഒരു സംസ്ഥാന സർക്കാരിൽ പൊളിറ്റിക്കൽ വെണ്ടേറ്റയായി പോലീസ് പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായമെന്ന് അദ്ദേഹം കൂടി പറയട്ടെ. MP-ക്ക് എന്താണ് പറയാനുള്ളത്? നിരന്തരമായ കേസുകൾ വരുന്നു. നരേന്ദ്രമോദി ഡൽഹിയിലിരുന്നു കൊണ്ട് ചെയ്യുന്നത് ED-യെയും CBI-യെയും ഒക്കെ IT ഇൻകം ടാക്സിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ഭീതിപ്പെടുത്തി ഒതുക്കാമെന്നുള്ളതാണ്. അത് തന്നെയാണ് പിണറായി വിജയൻ പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും ഉപയോഗിച്ചുകൊണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷബി മേത്തർ MPയുമാണ് പ്രതികരിച്ചത്. കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്.